ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ആഡ ബൈ പാർവതി. ഇന്ന് ഞാൻ വന്നേക്കുന്നത് വേറൊന്നുമായിട്ടല്ല ഗൈസ്. ഞാൻ വന്നിരിക്കുന്നത് താണ്ടി ഈ കവറുമായിട്ടാണ്. ഈ കവറിൽ എന്താണെന്നല്ലായിരുന്നു നിങ്ങളെ ഉറ്റുനോക്കുന്നത്. വേറൊന്നുമല്ല, കുക്ക് ചെയ്യാൻ കയറിയപ്പോഴാണ് എണ്ണ തീർന്നു എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓടിപ്പോയി ഞാൻ എണ്ണ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് തകൃതിയായിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ടൊക്കെ ഞാൻ എവിടെയെങ്കിലും സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ ഞാൻ ആലോചിക്കും, എന്താണ് ഇവർ ഇത്ര ലേറ്റ് ആക്കുന്നത്, സമയത്തിന് സ്റ്റിച്ച് ചെയ്ത് തന്നൂടായി, ഇവർക്ക് എന്താ പണിയെന്ന്. ഇപ്പോഴാണ് ഗൈസ് ആ നഗ്നമായ സത്യം ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലെ പണികളെല്ലാം നമ്മൾ ചെയ്യണമല്ലോ. കുക്ക് ചെയ്യണം, ക്ലീൻ ചെയ്യണം, എന്തെല്ലാം പരിപാടികൾ ചെയ്താലാണ് നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് കിടക്കാൻ കഴിയുക അല്ലേ. അതും ഒരു ദിവസം ഒന്നിലധികം തുണി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തകൃതിയായിട്ട് എല്ലാ പണികളും ഒതുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ കറണ്ട് നമ്മളെ ചതിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ല, കറണ്ട് പോയി കഴിഞ്ഞാൽ നെറ്റിൻ്റെ പണി കിട്ടും, തുണി കൊടുക്കാൻ കഴിയത്തില്ല. അങ്ങനെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത പണിയിലോട്ട് ഞാൻ കയറിയിരിക്കുകയാണ്, ക്ലീനിങ്. നമ്മൾ വീട് വൃത്തിയാക്കി ഇടണമല്ലോ, അല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്നൊന്ന് വന്ന് കയറുമ്പോൾ അവർക്ക് എന്ത് വീടായിരുന്നു വൃത്തിയാക്കി ഇട്ടൂടായോ. കുക്കിങ്ങും ക്ലീനിങ്ങും കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിയുമോ? ഇല്ല. നമ്മുടെ വീട്ടിലെ കുരുന്നുകളെ നമ്മൾ സന്തോഷിപ്പിക്കണം, അവർക്ക് വേണ്ടുന്നതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ചിരുത്തിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ പണി ഒന്നും നടക്കത്തില്ല. അങ്ങനെ ഞാൻ രണ്ടാമത്തെ പരിപാടിയിലോട്ട് കയറുകയാണ് ഗൈസ്. നാക്കൊക്കെ ഉടക്കുന്നു. അങ്ങനെ ഇപ്പോൾ തയ്ച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കുട്ടി ഉടുപ്പാണ് കേട്ടോ. ഈ കുട്ടി ഉടുപ്പ് തയ്ക്കുന്നതാണ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഞാൻ എഫേർട്ട് എടുത്ത് തയ്ക്കുന്നത്. കാരണം ഇത് കയ്യെ നിൽക്കത്തില്ല. പ്രത്യേകിച്ച് കൊച്ചു കുരുന്നുകളുടെ ഉടുപ്പ് ഒട്ടും കയ്യെ നിൽക്കത്തില്ല. പക്ഷേ അതിനെടുക്കുന്ന ടൈം ഈ പറയുന്ന കണക്ക് വലിയവരുടെ ഡ്രസ്സ് തയ്ക്കുന്ന അതേ സമയം തന്നെ ഇതിനും എടുക്കും. ഫൈനലി ഞാനത് തയ്ച്ചിരിക്കുകയാണ്. ഇതാണ് ആ കുഞ്ഞു ഉടുപ്പ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ, ബൈ.